ഹലോ ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഏട്ടനിതാ അങ്ങാടിയിൽ നിന്ന് വന്നപ്പോൾ 2 കവറിൽ സാധനങ്ങളുമായിട്ടാണ് വന്നത്. ഫസ്റ്റത്തെ കവറിൽ ഇതാ നല്ല ചുവന്ന തുടുത്ത വാട്ടർമെലാണ്. അടുത്ത കവറിൽ ഇതാ ഗൈസ് പണിയായി ഗൈസ്, കടുക്കയാണ്. അതും തോലോട് കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് ക്ലീൻ ചെയ്യണം ഗൈസ്. അത് നമ്മൾ വത്തക്ക മുറിച്ച് പാത്രത്തിലാക്കി എല്ലാവർക്കും സേവ് ചെയ്യുക. ത്രികോണാകൃതിയിലാണ് നമ്മൾ മുറിച്ചെടുത്തത്. നമുക്കെല്ലാവർക്കും സേവ് ചെയ്ത് നമ്മൾ നേരെ കടുക്ക വൃത്തിയാക്കിയിരിക്കുന്നു. കടുക്ക ജസ്റ്റ് ഒന്ന് തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കുക. കടലിൽ നിന്നുള്ള മണലും കല്ലും ഒക്കെ പുറംതോടിലുള്ള അഴുക്കുകളെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ക്ലീൻ ചെയ്യുന്നത്. ശേഷം നമ്മൾ നേരെ ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളം ഒന്ന് ഹീറ്റ് ആവുന്നത് വരെ നമ്മൾ ചൂടാക്കേണ്ടതുള്ളൂ. വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പുറം ഭാഗം പൊളിഞ്ഞു പോരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കാൻ വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ് ഗൈസ് കടുക്ക വൃത്തിയാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. തോലോട് കൂടി കിട്ടുമ്പോഴേ ഈ പ്രശ്നമുള്ളൂ. ക്ലീൻ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്ര പണിയില്ല, നേരെ നമുക്ക് വേവിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ച് ലാഭത്തിൽ കിട്ടുമെന്ന് തോന്നുന്നു. നമ്മൾ ഹീറ്റാക്കിയ തോടെല്ലാം മാറ്റി കടുക്കയെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ട ഗൈസ്, ഇത്ര കടുക്കയാണ് നമുക്ക് കിട്ടിയത്. ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി എടുത്തു. സവാള എണ്ണയിൽ വഴറ്റിയെടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്തു. നമ്മൾ ഗ്രേവി നല്ലപോലെ തിക്കായി വരണം. നമുക്ക് ഉള്ളിയുടെയും തക്കാളിയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും വഴറ്റുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഡാർക്ക് ബ്രൗൺ കളറാവുന്നത് വഴറ്റുക. അപ്പോൾ നമുക്ക് നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്ക് കറി കിട്ടത്തുള്ളൂ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടുക്ക പെപ്പർ ഫ്രൈ ആണ് ഗൈസ്. നമ്മുടെ ഗ്യാസ് അടുപ്പിന് മുകളിലായിട്ട് ഇങ്ങനെ ഷെൽഫ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഷാഡോ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ വരുന്നുണ്ട് ഗൈസ്. സെറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയി. നമ്മൾ തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി വഴണ്ടി വരട്ടെ. ഒരു ഡാർക്ക് ബ്രൗൺ ആവുന്നതിനെ വഴറ്റിയെടുത്ത് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ. നമ്മളിപ്പോൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഗൈസ് ഇട്ടത്. ഒരു 2 ടീസ്പൂണോളം കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടു. മസാല എണ്ണ ഒഴിച്ച് നല്ലപോലെ വഴറ്റിയെടുക്കുക. എത്രത്തോളം വഴറ്റുന്നു അത്രത്തോളം നമ്മൾ കടുക്ക ടേസ്റ്റ് ആയി കൂടുന്നതാണ്. നിങ്ങളെങ്ങനെയാണ് ഗൈസ് കടുക്ക ഉണ്ടാക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ കടുക്കയെ നേരെ മസാലയിലേക്ക് തട്ടിയിട്ടുണ്ട്. ഇനി കടുക്കയിലേക്ക് നമ്മൾ മസാല നല്ലപോലെ പിടിപ്പിച്ച് ജസ്റ്റ് ഒന്ന് വേവിക്കുക. ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. കണ്ട സ്ഥലം കുറുകി വന്നിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് നമ്മുടെ കറിക്കുള്ളത്. നമ്മുടെ വീട്ടിൽ തന്നെ പറിച്ചെടുത്ത കറിവേപ്പില മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക. ശേഷം ഒന്നുകൂടി അടച്ചു വയ്ക്കുക. ഇനിയാണ് നമ്മൾ ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഉപ്പൊന്ന് നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ അത്യാവശ്യം നല്ലൊരു പറ്റ തിക്കുമല്ല, എന്നാൽ പറ്റ വെള്ളം പോലെയുമല്ല, അത്യാവശ്യം ഒരു ഗ്രേവിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒന്നുകൂടി അടച്ച് വെച്ച് വേവിക്കുക.
കണ്ടോ ഗായ്സ്, നമ്മുടെ കറി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഡാർക്ക് ബ്രൗൺ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇതിന് ഫ്ലാഷ് ലൈറ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ കറിയുടെ കളർ ഇങ്ങനെ കിട്ടുന്നത്. നമ്മുടെ കായപ്പേരി അടുത്ത് ഗ്യാസ് അടുപ്പിൽ വേവുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊരിച്ചെടുത്ത കുരുമുളകാണ് കേട്ടോ ഗൈസ് ഇരുന്നത്. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുക. കുരുമുളകിൻ്റെ പച്ച മണം നമ്മുടെ കറിയിലേക്ക് വരാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ലാസ്റ്റ് ഒന്ന് തൂവി കൊടുക്കുന്നത്. നമ്മുടെ കടുക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുത്താൽ ചൂടോടുകൂടി നമുക്ക് കടുക്ക ഫ്രൈ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് ഗൈസ്.